നമ്മുടെ കേരളം തന്നെ വലിയ കുതിച്ചുചാട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഒന്നുകൂടി വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ അമേരിക്കയെ പോലെ യൂറോപ്പിനെ പോലെ നമ്മുടെ ഈ കൊച്ചു കേരളം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വെറുതെ പറയുകയല്ല. അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ നമ്മുടെ ഈ മദ്രസകളിൽ പഠിക്കുന്ന പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ, അവർ അവിടുത്തെ സ്കൂളുകളിലാണ് പഠിക്കുന്നത്. ഏതായാലും പ്രായം കൊണ്ടാണ് ഞാൻ താരതമ്യം ചെയ്യുന്നത്. നമ്മുടെ മദ്രസകളിൽ പഠിക്കുന്ന ഈ പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾ അമേരിക്കയിലും യൂറോപ്പിലും ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടാകും, പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് ബോയ് ഫ്രണ്ട്സ് ഉണ്ടാകും. മാത്രമല്ല, സ്കൂൾ ബാഗുകളിൽ പ്രധാനമായി അവർ കരുതുന്നത് പാഠപുസ്തകങ്ങളെക്കാൾ ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ തോക്കടക്കമുള്ള ആയുധങ്ങളോ ആണ്. ഇതൊക്കെ ഒരു കാലത്ത് യൂറോപ്പിലും അമേരിക്കയിലും മാത്രമായിരുന്നു എങ്കിൽ അവിടെ അത് സർവ്വസാധാരണമായതിനാൽ ഇന്ന് വാർത്ത അല്ലാതായിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. എന്നാൽ നമ്മുടെ നാട്ടിലും ഈ സ്കൂൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ മദ്രസ കുട്ടികൾ എന്നുകൂടി പറയേണ്ട ആവശ്യമില്ല. കാരണം അവരുടെയൊക്കെ ഏജ് റേഞ്ച് ഏതാണ്ട് സെയിം ആണല്ലോ. അപ്പം നമ്മുടെ നാട്ടിലും ഈ പ്രായത്തിലുള്ള അഥവാ നമ്മുടെ മുന്നിൽ വരുന്ന ആ കുട്ടികൾ ലഹരിയുടെ ഉപയോക്താക്കളായും ലഹരിയുടെ കാരിയർമാരായും ലഹരി മാർക്കറ്റ് ചെയ്യുന്നവരായും മാറുന്നുണ്ട് എന്നതിന് പുറമെ നേരത്തെ പറഞ്ഞ ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും ഒക്കെ ഇന്ന് ചെറിയ സ്കൂളുകളിൽ വരെ നമ്മുടെ നാട്ടിലും ആ ഒരു കാഴ്ചപ്പാടും ആ രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പും ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഇന്നലെ നമുക്ക് ലഭിച്ച വാർത്ത, 9ാം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥിയെ ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂൾ ബസ്സിൽ വെച്ച് +1കാരനായ മറ്റൊരു വിദ്യാർത്ഥി ബയോളജി ലാബിൽ ഉപയോഗിക്കുന്ന കത്തി കൊണ്ട് കഴുത്ത് തന്നെ 3 പ്രാവശ്യം കുത്തിയെന്നും ആ 9 വയസ്സുകാരൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എന്നും ഈ കുത്തിയ കുട്ടിക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ. നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം പ്രായപൂർത്തിയാകണമെങ്കിൽ വിവാഹത്തിനാണെങ്കിൽ 21 ആകണം ആൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്കാണെങ്കിൽ 18 ആകണം. ഇനി സമ്മതിദാനാവകാശം വിനിയോഗിക്കാനുള്ള പ്രായപൂർത്തിയാണ് എങ്കിൽ ആണിനും പെണ്ണിനും ഒക്കെ 18 ആകണം. അതുകൊണ്ട് ഈ കുട്ടിക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ 16 വയസ്സേ ആയിട്ടുള്ളൂ എന്നതിനാൽ ആ കുട്ടിയെ ഇനി എന്ത് ചെയ്യണം എന്നത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ആലോചിച്ച് തീരുമാനം എടുക്കും എന്നുമാണ് ഇന്നലെ വന്ന വാർത്ത. ഇന്നത്തെ പത്രങ്ങളിലുമുണ്ട്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ കൂടെ തന്നെ ഒരു 9ാം ക്ലാസ് വിദ്യാർത്ഥി തൻ്റെ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിനിയെ കൊല്ലാൻ വേണ്ടി 7ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിക്ക് 100 രൂപ കൊടുത്തു എന്നും ഈ പെൺകുട്ടിയെ 9ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ 7ാം ക്ലാസ്സുകാരൻ കൊല്ലേണ്ടത് പീഡിപ്പിച്ചുകൊണ്ട്, ലൈംഗികമായി പീഡിപ്പിച്ചുകൊണ്ട് കൂടി ആയിരിക്കണം എന്ന് കൊട്ടേഷൻ്റെ വ്യവസ്ഥയാണ് എന്നും അതുകൂടി ഇന്നത്തെ മനോരമയിലെ വാർത്ത രണ്ടും അടുത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. കഷായത്തിൽ കീടനാശിനി കലക്കിക്കൊണ്ട് നമുക്കറിയാം ഒരു കൊലപാതകം നടന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. ആ കേസിലെ കക്ഷിക്ക് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി വിധിച്ചത് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണ് എന്ന വാർത്ത ഒരാഴ്ച ആകുന്നേ ഉള്ളൂ. ചുരുക്കി